ഇന്ന് കാശിയുടെ സ്കൂളിലെ രണ്ടാമത്തെ ദിവസമാണ്, അതുകൊണ്ട് തന്നെ ഒരു തിരക്ക് പിടിച്ച ദിവസം കേട്ടോ. രാവിലെ തന്നെ കാശിക്ക് വേണ്ടിയിട്ടുള്ള കറി വെക്കാനുള്ള തിരക്കിലാണ്. ക്യാരറ്റ് തോരനാട്ടോ വെക്കുന്നത്. അപ്പോൾ ഈ സാധനത്തിൽ അരിഞ്ഞാൽ നമുക്ക് എളുപ്പമുണ്ട് കേട്ടോ, പെട്ടെന്ന് തന്നെ അരിഞ്ഞ് കിട്ടുമേ. ഇതിന് പല ഷേപ്പിലായിട്ട് കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ അത്യാവശ്യം വലുപ്പത്തിലാട്ടോ ഞാനിത് അരിഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ സമയം രാവിലെ 7:30 ആയിട്ടുണ്ട്. കാശി എണീറ്റിരിപ്പുണ്ട് കേട്ടോ. കാശിനെ ഞാൻ പല്ല് തേപ്പിച്ച് മുഖമൊക്കെ കഴുകി പാല് കൊടുത്ത് അവിടെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. TV ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടേ. പാലുകൂടി കഴിഞ്ഞിട്ട് വേണം കേട്ടോ കുളിപ്പിക്കാൻ. നല്ല മഴയാണ്, എന്നാലും കുളിപ്പിച്ചിട്ട് വിടാമെന്ന് വെച്ചു കേട്ടോ. കുളിപ്പിക്കാതെ വിട്ടാൽ തന്നെ ഉറക്കക്ഷീണം നമ്മുടെ മുഖത്ത് നിൽക്കുമല്ലോ, അതുകൊണ്ട് തന്നെ കുളിപ്പിച്ചിട്ട് വിട്ടേക്കാമെന്ന് വിചാരിച്ചേ. പിന്നെ ഞാൻ ക്യാരറ്റൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരിഞ്ഞ് കഴിഞ്ഞ് ഈ സാധനത്തിൻ്റെ അടിയിലേക്കാണ് ഈ ക്യാരറ്റ് മൊത്തം വരുന്നത്. അപ്പോൾ നമുക്ക് വെളിയിലേക്ക് പോകില്ല കേട്ടോ, അപ്പോൾ നമുക്ക് എളുപ്പമുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ക്യാരറ്റ് തോരനൊക്കെ വെക്കാനുള്ള തിരക്കിലാട്ടോ. അങ്ങനെ തോരനൊക്കെ അടുപ്പിൽ കയറ്റിയേ. അപ്പോഴേക്കും കാശി പാലുകൂടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവനെ ഞാൻ കുളിപ്പിച്ച് റെഡിയാക്കി വന്നു കേട്ടോ. കുളി കഴിഞ്ഞാൽ തന്നെ പിന്നെ ഫുഡ് കൊടുത്ത് റെഡിയാക്കി നമുക്ക് ഇരുത്തിയാൽ മതിയല്ലോ, എളുപ്പമുണ്ടല്ലോ. അങ്ങനെ ക്യാരറ്റ് തോരനൊക്കെ റെഡിയാക്കി അവൻ്റെ കറി ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചോറ് ഞാൻ കുറച്ച് കഴിഞ്ഞാണ് വിളമ്പുള്ളൂ. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് പോകാറാകുമ്പോൾ വിളമ്പി അത് ചൂടോടുകൂടി ഇരിക്കുമല്ലോ, അതുകൊണ്ടാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ചോറ് ചൂടോടുകൂടി വിളമ്പി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉള്ള കറി ചിക്കൻ ഫ്രൈ ആട്ടോ. ചിക്കൻ ഫ്രൈയും അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ടേ. ഈ കറി ബോക്സ് ലഞ്ച് ബോക്സിൻ്റെ അകത്ത് വെച്ചാൽ തന്നെ കുറച്ച് ചോറാട്ടോ കഴിക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് തന്നെ കറി ബോക്സ് പുറത്താണ് വെക്കുന്നത്. പിന്നെ ഒരു വലിയ ടവലിട്ട് പൊതിഞ്ഞ് നമ്മൾ വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലും വെള്ളവും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് കാശിയുടെ ഫേവറേറ്റ് ആട്ടോ, ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലും. ബ്ലൂ കളറാണ് അവൻ്റെ ഫേവറേറ്റ്, അപ്പോൾ അവൻ തന്നെ സെലക്ട് ചെയ്താട്ടോ. ഈ ലഞ്ച് ബോക്സ് ആണെങ്കിൽ 2 ഷെയ്ഡ് ഉണ്ട് കേട്ടോ. 2 സ്ഥലത്തേക്ക് തിരിക്കുമ്പോൾ 2 ഷെയ്ഡായിട്ട് വരുവേ, നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. പിന്നെ ഞാൻ സ്ലേറ്റും പെൻസിലും ആട്ടോ എടുത്ത് വെച്ചത്. പെൻസിൽ 2 കളറുള്ള പെൻസിൽ എടുത്ത് വെച്ചിട്ടുണ്ട്, അവൻ ഏതെങ്കിലും എഴുതിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഞാനൊരു ജോഡി ഡ്രസ്സ് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇട്ട ഡ്രസ്സിൽ വല്ല വെള്ളമൊക്കെ പറ്റിയാൽ പിന്നെ വേറൊരു ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ടാണ് ഇത് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ID കാർഡ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ID കാർഡ് മസ്റ്റാണ്. അപ്പം ID കാർഡ് എല്ലാ ദിവസവും കൊണ്ട് ചെല്ലണം എന്നാട്ടോ പറഞ്ഞേക്കുന്നത്. അങ്ങനെ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഓക്കെ ആക്കി എല്ലാം റെഡിയാക്കി കാശീനെയും റെഡിയാക്കി കേട്ടോ. രണ്ടാമത്തെ ദിവസം ആയതുകൊണ്ട് തന്നെ ഞാനും കൂടെ പോയി കേട്ടോ. അപ്പോൾ വണ്ടിയിലിരുന്ന് തന്നെ ഞാൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ, ഇന്നലത്തെ പോലെ കരയരുതെന്നൊക്കെ. അപ്പോൾ അവൻ ഓക്കെ പറഞ്ഞിട്ടുണ്ടേ, കരയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 3:30 ആകുമ്പോൾ ഞങ്ങൾ വിളിക്കാൻ വരാം എന്നൊക്കെ പറഞ്ഞ് ഓക്കെ പറഞ്ഞാണ് പോകുന്നത്. ഇപ്പോൾ ഹാപ്പിയാണ്. ഇനി അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങൾ അറിയത്തില്ല കേട്ടോ. അങ്ങനെ നമ്മൾ സ്കൂളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ തുള്ളിച്ചാടിയൊക്കെ ആട്ടോ പോകുന്നത്. കുഴപ്പമൊന്നുമില്ല കേട്ടോ, എടുക്കാനൊന്നും പറഞ്ഞില്ല കേട്ടോ. സ്കൂളിൽ ചെന്ന പാടെ അവൻ ഓടി പോയി കേട്ടോ. പിന്നെ നമ്മൾ ക്ലാസ് റൂമിലൊക്കെ പോയി ടീച്ചറിനെയൊക്കെ കണ്ട് ക്ലാസ്സിലൊക്കെ കയറിയിരുന്നേ. കാശിക്കൊരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ആദ്യം ഒരു ചിണുങ്ങളുണ്ടായിരുന്നെങ്കിലും പിന്നെ അവൻ ഓക്കെ ആയിരുന്നു കേട്ടോ. ചില പിള്ളേർ മാത്രമായിരുന്നു കരഞ്ഞിരുന്നത്, ചില പിള്ളേരൊന്നും കരഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ടീച്ചർ TV വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാ പിള്ളേരും അത് കാണുന്നുണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ പിള്ളേരൊന്നും കരഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ കാശിയോട് ടാറ്റ പറഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വന്നേ. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കേട്ടോ ഫുഡ് കഴിച്ചത്. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ മൊത്തം സൈലൻ്റ് ആയിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരു മുട്ടുസൂചി ഇട്ടാൽ പോലും നമ്മൾ അറിയാം കേട്ടോ. അവൻ വീട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ ഒരു സുഖമില്ല കേട്ടോ. ഭയങ്കര ഒരു മൂകതയാണ്. ഇനി 3:30 ആവാൻ വെയിറ്റ് ചെയ്തിരിക്കും കേട്ടോ ഞങ്ങളിവിടെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് കേട്ടോ, കൊച്ചെന്നെ അടുക്കുമോ, ആ കൊച്ച് കഴിക്കുവാണോ എന്നൊക്കെ പറയുന്നുണ്ടേ. അപ്പോൾ അത്രേ ഉള്ളൂ.